VPN റൗട്ടറുകൾ. എന്താണ് VPN റൗട്ടറുകൾ? പേരിൽ കേൾക്കുന്ന പോലെ തന്നെ VPN എനേബിൾ ചെയ്തിട്ടുള്ള റൗട്ടറുകളെയാണ് VPN റൗട്ടറുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള റൗട്ടറുകൾ നമുക്ക് എപ്പോഴെല്ലാം ഉപകാരപ്പെടുന്നതെന്ന് നോക്കാം. VPN റൗട്ടറുകൾ പൊതുവെ 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന്, കോർപ്പറേറ്റുകൾ, അതായത് ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ, പല പല ബ്രാഞ്ചുകളുള്ള സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന റൗട്ടർ. മറ്റൊന്ന് നമ്മളുടെ സാധാരണ വീടുകളിൽ ഹോം ബേസ്ഡ് ആയിട്ടുള്ള എല്ലായിടത്തും വീടുകളിലെല്ലാം ഉപയോഗിക്കുന്ന റൗട്ടർ. അങ്ങനെ 2 തരം VPN റൗട്ടറുകളാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ റൗട്ടറുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കോർപ്പറേറ്റ് റൗട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സൈറ്റ് ടു സൈറ്റ് റൗട്ടർ അല്ലെങ്കിൽ റിമോട്ട് ആക്സസ് റൗട്ടർ എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. അതായത് ഇപ്പോൾ ഉദാഹരണം, ഈ ഒരു ഓഫീസ് ഇത് ചെന്നൈയിലാണ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫീസ് ചെന്നൈയിലും അതിൻ്റെ മറ്റൊരു ബ്രാഞ്ച് കേരളത്തിലാണ് ഈ ഓഫീസ്. സോ ഈ 2 ഓഫീസും തമ്മിൽ നമുക്ക് ബന്ധിപ്പിക്കണം. അതായത് ഒരു ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ, അവിടുത്തെ 2 നെറ്റ്വർക്കുകൾ, അതായത് ഓഫീസിലുള്ള നെറ്റ്വർക്കുകളെയും ഈ ഒരു കൊച്ചി ഓഫീസിലുള്ള, അതായത് ലോക്കൽ ഓഫീസിലുള്ള ആ ഒരു നെറ്റ്വർക്കുകളെയും തമ്മിൽ ബന്ധിപ്പിക്കണം. നോർമലി ഇത് ബന്ധിപ്പിക്കാൻ എന്താ ചെയ്യുന്നത്? നോർമലി നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കാം. ഈ 2 ഓഫീസുകളിലും ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാം. എന്നാൽ ഇത്തരം ഇൻ്റർനെറ്റ് കണക്ഷനിലൂടെ നമ്മളൊരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ, അതായത് പാക്കറ്റ്സ് സെൻഡ് റിസീവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നോർമൽ ഒരു ഇൻ്റർനെറ്റിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ആ ഇൻ്റർനെറ്റിൽ എല്ലാവിധ ട്രാഫിക്കുകളും ഉണ്ടാകും. നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ആ ഒരു ട്രാഫിക്കാണ്, ആ ഒരു ഇൻ്റർനെറ്റ് ട്രാഫിക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു കണക്ഷൻ അവർക്ക് ആവശ്യമായിട്ട് വരും, കമ്പനികൾക്ക് അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഈ ഒരു VPN റൗട്ടറിൻ്റെ സഹായം തേടും. ഈ VPN റൗട്ടർ എന്താണെന്ന് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 എൻഡിലും, അതായത് ഈ ഒരു ഹെഡ് ഓഫീസ് എൻഡിലും അതുപോലെ തന്നെ ഈ ഒരു ലോക്കൽ ഓഫീസിൻ്റെ എൻഡിലും ഓരോ VPN റൗട്ടറുകൾ വെച്ച് സ്ഥാപിക്കുകയും ആ ഒരു VPN റൗട്ടറിലൂടെ ആ ഒരു ടണൽ ക്രിയേറ്റ് ചെയ്യും. ഇതേ നമ്മളുടെ ഒരു പബ്ലിക് ഇൻ്റർനെറ്റിലൂടെ, അതായത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിനുള്ളിൽ കൂടെ തന്നെ ഒരു ടണൽ ക്രിയേറ്റ് ചെയ്ത് ഈ VPN റൗട്ടറുകൾ ഒരു VPN റൗട്ടറിൽ നിന്നും അടുത്ത VPN റൗട്ടറിലേക്ക് ഈ ഒരു ബന്ധം സ്ഥാപിക്കും. അതാണ് അവിടെ ഈ ഒരു കോർപ്പറേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള VPN റൗട്ടറിൽ നടക്കുന്നത്. അതായത് ഒരു സെൻറ്റിൽ നിന്നും ആ VPN റൗട്ടർ ആ ഒരു ഡേറ്റാസ് എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുകയും അടുത്ത VPN റൗട്ടറിലേക്ക് വരികയും അത് അവിടെ നിന്ന് ഡീക്രിപ്റ്റ് ചെയ്ത് അവരുപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഓഫീസിലെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും അടുത്ത ഓഫീസിലെ, അതായത് അടുത്ത ബ്രാഞ്ചിലെ അടുത്ത ഓഫീസിലേക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ, സേഫ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇത്തരം VPN റൗട്ടറിലൂടെ ഒരു VPN ടണൽ ക്രിയേറ്റ് ചെയ്ത് അവരവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇതാണ് കോർപ്പറേറ്റ് ഓഫീസുകളിലെ ഉപയോഗിക്കുന്ന ഈ ഒരു VPN സർവീസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഒരു സബ്സിഡിയറി കൂടിയുണ്ട്. ഇതിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ലോക്കൽ ഓഫീസിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ലോക്കൽ ഓഫീസിൽ തന്നെ എല്ലാവരും ഓഫീസിൽ വരുന്നില്ല. ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ പലരും വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അപ്പോൾ ഈ പലരും വർക്ക് ഫ്രം ഹോം ഉള്ളവർക്കും ഒരു VPN യൂസ് ചെയ്യണമെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതേ VPN തന്നെ, അല്ലെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ VPNൽ നിന്ന് തന്നെ ഈ VPNൻ്റെ ഓരോ ക്ലയൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഓരോ സൈറ്റ് അവർക്ക് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലുള്ള ഓരോരോ വീട്ടിലിരിക്കുന്ന ഈ ഓരോ ആൾക്കാർക്കും അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ആ ഒരു നമ്മളുടെ ആ ഒരു VPNൻ്റെ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫയൽ അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ VPNലോട്ട് കണക്ട് ചെയ്യും. അവിടെ നിന്ന് ഹെഡ് ഓഫീസിലോട്ട് പോയി. സോ ഒരു സേഫ് കമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞ എംപ്ലോയീസിനും ഒരു സേഫായിട്ട് തന്നെ ആ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാക്കാനും സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു റിമോട്ട് ആക്സസ് കൂടി ഈ ഒരു കോർപ്പറേറ്റിൽ വെക്കുന്ന ആ ഒരു ആ ഒരു VPN സർവീസിനെ, അതായത് ഒരു VPN റൗട്ടറിന്, അത്തരം VPN റൗട്ടറിന് ആ ഒരു ആക്സസ് കൂടി സൈറ്റ് ടു സൈറ്റ് അതുപോലെ തന്നെ റിമോട്ട് ആക്സസ് പോലുള്ള ഈ 2 സർവീസുകളും സാധ്യമാക്കാനായിട്ട് ഈ ഒരു കോർപ്പറേറ്റ് ആക്സസ് ചെയ്യുന്ന കോർപ്പറേറ്റുകാർക്കൊക്കെ ഉപകാരപ്പെടുന്ന VPN റൗട്ടറിലൂടെ സാധിക്കും. രണ്ടാമതായിട്ടാണ് നോർമലി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള നോർമൽ റൗട്ടറുകളിൽ തന്നെ കാണുന്ന ഒരു VPN റൗട്ടർ എന്ന് പറയുന്നത്. അതായത് ഈ VPN റൗട്ടർ, ഇത്തരം VPN റൗട്ടറിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇത്തിരി കോസ്റ്റ്ലി ആയിരിക്കും. അതായത് നമ്മൾ നോർമൽ മേടിക്കുന്ന റൗട്ടറിനേക്കാളും VPN റൗട്ടേഴ്സ് ഇത്തിരി കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഈ VPN റൗട്ടേഴ്സ് ഒരു VPN സർവീസ്, ഇപ്പോൾ നമ്മൾക്ക് ഉപയോഗിക്കുന്നതെങ്കിലും ഫേമസ് ആയിട്ടുള്ള എക്സ്പ്രസ് VPN, നോട്ട് VPN, സർഫസ് VPN, സൈബർ ഗോസ്റ്റ് VPN, നോട്ടൺ VPN, അങ്ങനെ പല VPNകളെയും ആ VPNകൾ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു റൗട്ടറിൽ അതിൻ്റെ ഒരു ഫേംവെയർ അപ്ഡേഷനിലൂടെ ആ ഒരു ഇൻബിൽഡായിട്ട് തന്നെ ഒരു പുതിയ റൗട്ടർ മേടിക്കുമ്പോൾ ഈ പറഞ്ഞ എക്സ്പ്രസ് VPN ആണെങ്കിൽ നെറ്റ്ഗിയർ മറ്റും എക്സ്പ്രസ് VPN ഉപയോഗിച്ചിട്ടുള്ള റൗട്ടറുകൾ ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോട്ട് VPNകളും ലിൻസിസും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. സോ അത്തരം റൗട്ടറുകളിൽ ഇൻബിൽഡായിട്ട് തന്നെ ആ ഒരു VPN അവിടെ ഉണ്ടാകും. അത്തരം VPNൽ കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രധാന ഗുണം എന്താണ്? അത്തരം ഒരു റൗട്ടർ നമ്മൾ മേടിക്കുമ്പോൾ എന്താണ് ഗുണം? നോർമലി നമ്മളൊരു VPN കണക്ട് ചെയ്യുമ്പോൾ
ഒരാളും VPN കണക്ട് ചെയ്യാനായിട്ട് അവർ ഓരോരുത്തരുടെ മൊബൈലിലാണെങ്കിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിൽ എല്ലാവരും ഈ ഒരു VPNലൂടെ കണക്ട് ചെയ്തിട്ട് യൂസർ നെയിം പാസ്വേഡൊക്കെ എല്ലാം അടിച്ചിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇത്തരം ഒരു റൗട്ടറിൽ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രധാന ഗുണം എന്ന് പറയുന്നത് ഈ ഒരു റൗട്ടറിലൂടെ ആയിരിക്കും നമുക്ക് ആക്സസ് ചെയ്യണം. സോ നമുക്ക് എല്ലാ ഫോണിലും എല്ലാ കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ TV യിൽ ഉൾപ്പെടെ എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ VPN ആക്സസ് ചെയ്യാൻ VPN ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ നമ്മുടെ ആ ഒരു റൗട്ടർ വഴി തന്നെ ഈ ഒരു കണക്ഷൻ വരികയും അതുകൊണ്ട് തന്നെ നമുക്ക് ആ റൗട്ടർ വഴി ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ ആ VPN ആക്സസ് ചെയ്യുകയും നമുക്ക് സെപ്പറേറ്റ് പാസ്വേഡ് അടിച്ചു കൊടുക്കാതെ എളുപ്പത്തിൽ തന്നെ VPN യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. അതാണ് ആ ഒരു ഹോം അല്ലെങ്കിൽ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു VPN റൗട്ടർ എന്ന് പറഞ്ഞു വരുന്നത്. കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാലും അത് വളരെ ഉപകാരപ്രദമാണ്. അതാണ് VPN റൗട്ടറിൻ്റെ രണ്ട് പ്രധാനമായിട്ട് കാണുന്ന VPN റൗട്ടറുകളെ കുറിച്ച് അധികം ഒരു നോളേജ് അല്ലെങ്കിൽ അധികം ആരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ VPN റൗട്ടേഴ്സ് വളരെ ഉപകാരപ്രദമാണ്. നമുക്ക് അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള റൗട്ടറുകൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ VPN റൗട്ടറുകൾ ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരം VPN റൗട്ടറുകൾ ഉപയോഗിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ VPN റൗട്ടറിനെ കുറിച്ചുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിൻ്റെ ആൻസർ പറയുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.